ഇന്നത്തെ സമൂഹത്തിൽ ക്രിമിനൽ പ്രവണതയും പെരുമാറ്റ പ്രശ്നങ്ങളും കുട്ടികളിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ? ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും? ഇതിനെപ്പറ്റി നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതെന്തൊക്കെയാണ് ഇതിനുള്ള കാരണം എന്നതും നമുക്ക് വിശദീകരിച്ച് നോക്കാം. ആദ്യത്തെ കാരണം കുടുംബാന്തരീക്ഷം. കുഞ്ഞുമക്കൾ കണ്ടു വളരുന്നത് അവരുടെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളുടെ ഇടയിലുള്ള തർക്കം കുട്ടികളിൽ പല വിധത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ അശ്രദ്ധ കാരണം കുട്ടികൾ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നതായിട്ടും കാണാറുണ്ട്. ഇനി അടുത്ത ഉള്ള മെയിനായിട്ടുള്ളൊരു കാരണമാണ് പിയർ പ്രഷർ. ഇതൊരു അഡോളസെൻ്റ് ഏജിലുള്ള കുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. അതായത് എല്ലാത്തിലും പിയേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ അവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികൾ ആ പിയേഴ്സ് ആയിരിക്കും. ഈ പിയർ പ്രഷർ ഒരു വലിയൊരു വെല്ലുവിളിയാണ് കുട്ടികളുടെ അഡോളസെൻ്റ് ഏജിൽ അല്ലെങ്കിൽ ടീനേജ് ഗ്രൂപ്പിൽ. ചില കുട്ടികൾ വളരെ തെറ്റായ വഴിയിലേക്ക് പോകാൻ ഈ പിയേഴ്സ് ഇവരെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഈ പിയർ പ്രഷർ എന്ന് പറയുന്ന സമപ്രായക്കാരിൽ നിന്ന് കിട്ടുന്ന പ്രഷർ ഈ കുട്ടികളിൽ വലിയൊരു വെല്ലുവിളിയാണ്. അത് തെറ്റായ ദിശയിലേക്ക് കുട്ടികളെ നയിക്കാൻ സ്വാധീനിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമാണ് സോഷ്യൽ മീഡിയ, ഗെയിംസ് അല്ലെങ്കിൽ മൂവീസ്. ഇങ്ങനത്തെ മൂവീസിൽ കുട്ടികൾ നിരന്തരമായിട്ട് കാണുന്ന നെഗറ്റീവ് കോണ്ടൻറ്റ് ഇത് കുട്ടികളിൽ അഗ്രസീവ് ബിഹേവിയേഴ്സും വയലൻസും ജനറേറ്റ് ചെയ്യുകയും കുട്ടികൾക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നറിയാതെ ആ കുട്ടികൾ അതൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ലായിട്ട് എടുക്കുകയും അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫൈറ്റിങ്ങും വയലൻസും വെച്ച് അവരെ മറ്റ് ആളുകളെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ അഗ്രസീവ് ബിഹേവിയേഴ്സ് ഉള്ള കുട്ടികളായി മാറുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. കുട്ടികളിൽ കണ്ടുവരുന്ന ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സിനെ നമുക്ക് ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു ബെസ്റ്റ് പ്രാക്ടീസും ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പോസിറ്റീവ് ബിഹേവിയറൽ ഇൻ്റർവെൻഷൻസ് ആൻഡ് സപ്പോർട്ട്. ഇതിൽ കൂടുതലും കുട്ടികളുടെ പോസിറ്റീവ് ബിഹേവിയേഴ്സിനെ അവർ റീഇൻഫോഴ്സ് അല്ലെങ്കിൽ റിവാർഡാണ് ചെയ്യുന്നത് റാദർ ദാൻ പണിഷിങ് എ നെഗറ്റീവ് ബിഹേവിയർ. അത് വളരെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇതിൽ കൂടുതലും കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് സ്കൂൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്കൂളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികളുടെ ഓരോ ബിഹേവിയറിനെ ട്രാക്ക് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ആ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുകയും ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ കുട്ടീനെ നമ്മൾ വിശദീകരിച്ച് പഠിക്കുകയാണ് ചെയ്യണത്. ഇതുവഴി കുട്ടികളുടെ സോഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിഹേവിയറിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനും അതിനെ റിവാർഡ് ചെയ്യാനും സാധിക്കുന്നു. ഇങ്ങനത്തെ ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മുടെ കേരളത്തിലും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.